ഊട്ടിയിലുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ? ഊട്ടിയിൽ ഒരു വീഡിയോ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 24 25 ഊട്ടിയിലുണ്ടാവും. അതേപോലെ തന്നെ ഗൂഡല്ലൂർ സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ. പിന്നെ നാളെ 24 വയനാട്ടിലുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ വിളിക്കുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ വീഡിയോ 70 വയസ്സും 65 വയസ്സൊക്കെ ഉള്ള വീഡിയോ ഇടുന്നതിൻ്റെ താഴത്ത് വരുന്ന ചില കമൻസ് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഒരു സർവൻറ്റിനെ വെച്ചാൽ പോലെ പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ അല്ലേ, കല്യാണം കഴിച്ചാൽ സുഖമല്ലേ, പൈസ കൊടുക്കാത്തൊരു വേലക്കാരി, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ 70 വയസ്സുള്ള ഒരാളെ കല്യാണ വീഡിയോ ഇടുമ്പോൾ എത്രത്തോളം അവരാ വീഡിയോൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം അവർ ആഗ്രഹിച്ചിട്ടാണ് ഒരു പാർട്ട്ണർ വേണം. ഒരു സർവൻ്റ് എങ്ങനെയാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ ആവാം. ഓക്കെ, നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പരസ്പരം ചെയ്യും. ഇപ്പം സാധാരണഗതിയിൽ ആണുങ്ങൾ ജോലിക്ക് പോയി സമ്പാദിക്കുകയും സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. നമ്മളിപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന കേസിൽ വീട്ടിലെ ജോലികൾ ഭർത്താക്കന്മാർ കൂടി ചെയ്യും. അങ്ങനെ എല്ലാം പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ്. അപ്പോൾ 70 വയസ്സുള്ള ഒരാൾ ഇപ്പോൾ ഒരു പാർട്ട്ണറിനെ നോക്കുമ്പോൾ അവർക്ക് രണ്ടാക്കും കഴിക്കേണ്ട ഭക്ഷണം അവരുണ്ടാക്കണ്ടേ? അതൊക്കെയാണ് പറഞ്ഞത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളൊക്കെ ആയ സന്തോഷം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട്, അല്ലാണ്ട് വീട്ടുവേലക്കാരി എന്നൊന്നും അതിന് അർത്ഥം ഉണ്ടോ? വല്ലാത്ത സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിപ്പോയില്ലേ. കമൻസ് കണ്ട നിങ്ങൾ, സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കമൻസ് ആണ് ഇതൊക്കെ. കഷ്ടം തന്നെ. നമ്മളും പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്ന പറഞ്ഞ പോലെ നമുക്കും നാളെ പ്രായമാവും. നമ്മുടെ കൂടെ ഇന്നുള്ളവരൊക്കെ അന്നുണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷയം തന്നെയാണ്. ഓംനേഴ്സ് ഒന്നും അതിന് പോരാ. നമുക്ക് വിഷമായിട്ട് ഇങ്ങനെ ചങ്ക് തകരുമ്പോൾ നമ്മളെ പാർട്ട്ണർ വേണം നമ്മളെ സമാധാനിപ്പിക്കാൻ, നമ്മളെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കാൻ ഒരാൾ വേണം. അങ്ങനെയുള്ള പാർട്ട്ണറിനെ അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരെന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ട് 70-75 വയസ്സുള്ളവർ വീഡിയോ ചെയ്യാൻ വിളിച്ചാൽ അവർക്ക് വേണ്ടി ഏത് ദൂരത്തും നമ്മൾ പോവുക തന്നെ ചെയ്യും, അവരുടെ കല്യാണം നടത്തുക തന്നെ ചെയ്യും. അതിൻ്റെ താഴത്ത് വന്നിട്ട് ഇങ്ങനെ കൊണച്ച കമൻറ്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ നിങ്ങൾ നിൽക്ക്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയും, നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീരട്ടെ. യുവാക്കളുടെ കല്യാണം നടക്കുന്നില്ല, പിന്നെ പ്രായമുള്ളവരുടെ കല്യാണമാണോ ഇപ്പം നടക്കുന്നതെന്നൊക്കെ. പ്രായമുള്ളവർക്കാണ് യുവാക്കളെക്കാൾ ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഈ ചോടിച്ചാടി പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു പ്രായമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് മൊത്തം അവർ ജീവിച്ച് ഇനി അവർക്ക് ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ അവരുടെ കൂടെ ഒരാളില്ല എന്ന് പറയുന്ന വലിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ അവർക്ക് ഒരു പാർട്ട്ണറിനെ കണ്ടെത്തി കൊടുക്കാൻ അവർ വിളിച്ചാൽ, എന്നിൽ വിശ്വാസം അർപ്പിച്ച് വിളിച്ചാൽ നമ്മൾ പോയി ഇതിൽ ഇനിയും വീഡിയോസ് ഇടും. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾ തോന്നുന്നത് പറഞ്ഞോ. നിങ്ങളുടെ പിന്നെ നിലവാരമല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. കഷ്ടം തന്നെ ഉണ്ട്. ഓരോ എന്താ ചെയ്യുക അല്ലേ. നിങ്ങളുടെ വീട്ടിലുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും പാർട്ട്ണറിനെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉപ്പ അല്ലെ ഉമ്മ അച്ഛ അമ്മേ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ ഒരു വിവാഹം ഞാൻ നടത്തി തരട്ടെ, നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാ? എൻ്റെ ഉപ്പയല്ലേ എൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണറിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് എനിക്ക് തുറന്ന് വർത്താൻ പറയാനാകുന്നുണ്ടാവില്ല. അവർക്കൊരു സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ഒരു പാർട്ട്ണർ അവർക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാ? നിങ്ങൾ ചോദിക്കൂല. ബിക്കോസ് നിങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അവരെൻ്റെത് മാത്രമാണ്. എല്ലാവരും അങ്ങനെ ചിന്തിച്ചിരിക്കും. അവരുടെ ഒരു മനസ്സ്, അവരുടെ ഒരു ജീവിതം നമ്മൾ കാണാൻ ശ്രമിക്കൂല. പ്രായമായാൽ എന്താണോ കല്യാണം കഴിക്കുന്നതിന്? പ്രായമുള്ളവർ കല്യാണം കഴിച്ചാൽ എന്താ ഭൂമി ഉരുണ്ട് വീവോ?